ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ അയൽ സംസ്ഥാനമായിരിക്കുന്ന തമിഴ്നാട്ടിൽ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ജോൺ ക്രിസ്ത്യൻ ദേവവരം പ്രഭാകർ, അദ്ദേഹം തൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ബൈബിളിലെ 3 ഭാഗങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. അതിലൊന്ന് ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നിന്നാണ്. ഹി പെർഫോംസ് ഗ്രേറ്റ് ഡീഡ്സ് ദാറ്റ് cannot be fully investigated and wonders that cannot be fully counted. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരവും ആശ്ചര്യവുമാണ്. അവ നമുക്ക് ആർക്കും തന്നെ വർണ്ണിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ളതാകുന്നു എന്നാണ് ഒന്നാമത്തെ അദ്ദേഹം ഉദ്ധരിച്ച വാക്യം. രണ്ടാമത് അദ്ദേഹം പ്രോവേർബ്സ് അല്ലെങ്കിൽ സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നിന്നാണ് ഉദ്ധരിച്ചത്. അതിങ്ങനെയാണ്: വെൻ യു ഹാവ് the capacity to do good, do not refuse from doing good to those who deserve it. നിനക്ക് നന്മ ചെയ്യുവാൻ കഴിയുമ്പോൾ അതിന് യോഗ്യതയുള്ളവർക്ക് അത് ചെയ്യാതിരിക്കരുത് എന്നുള്ള ഒരു വാക്യം അത് വിശുദ്ധ ബൈബിളിൽ പ്രോവേർബ്സിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ സദൃശ്യവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. മൂന്നാമത്തെ അദ്ദേഹം ഉദ്ധരിച്ചതായിട്ടുള്ള വാക്യം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിലാണ്. അത് ലവ് യുവർ നൈബർ ആസ് യുവർ സെൽഫ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പൊ ഈ 3 വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ച് അദ്ദേഹം തൻ്റെ ഓഫീസ് ചുമതല ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായിട്ട് നിയമസഭയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെ ഇരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട ജോസഫ് വിജയ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂട്ട് മന്ത്രിമാരും മറ്റ് MLA-മാരും ആ നിയമസഭയിൽ വളരെ ശക്തമായി ഐക്യത്തോടുകൂടെ പോകുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം, ഇന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിട്ട് ശ്രീ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹത്തോടു കൂടെ ബാക്കിയുള്ള 20 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു പുതിയ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ നിയമസഭയിലുള്ള 140 MLA-മാർക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനും അതോടൊപ്പം തന്നെ BJP MLA-മാരായിരിക്കുന്ന 3 പേർക്കും പ്രത്യേകമായ അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ ഒത്തൊരുമിച്ച് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്യണം. കേരളത്തിൻ്റെ പുരോഗതിയായിരിക്കണം നിങ്ങളുടെ വിമർശനങ്ങളായിരുന്നാലും അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളായിരുന്നാലും നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത് എന്നുള്ള കാര്യം മറക്കുകയില്ലല്ലോ. അത് മറക്കുന്നവരെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജനാധിപത്യത്തിന് ശക്തി ഉണ്ടെന്നുള്ളതും ഈ അടുത്ത സമയത്ത് നമ്മളെ കണ്ടതാണ്. അതുകൊണ്ട് ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഒരുപോലെ സജ്ജരായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോഴുള്ള സാധ്യതകളെക്കാളും കൂടുതൽ സാധ്യതകളിലേക്ക് ഉയർന്നു വരുവാൻ കഴിയുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഓർപ്പിക്കട്ടെ. എന്നാൽ ഈ വാക്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് JCD പ്രഭാകർ അദ്ദേഹം ഉദ്ധരിച്ചായിട്ടുള്ള ബൈബിൾ വാക്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ABC ചാനലിൽ ദുഷ്ടത പരത്തുന്ന അല്ലെങ്കിൽ ദുർവർത്തമാനം പറയുന്ന, വേറൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുന്നായ്മ പറയുന്ന ഒരു മറ്റു ആളുകളുണ്ടല്ലോ. അതിനകത്ത് TG മോഹൻ സാർ അടക്കമുള്ള, അതേപോലെ രാധാകൃഷ്ണൻ സാർ അടക്കമുള്ള അങ്ങനെയുള്ള കുറച്ച് പേരിരുന്ന് ഈ കുന്നായ്മ പറയുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ്, അല്ലെങ്കിൽ അവരുടെ ജന്മസിദ്ധമായിട്ട് ലഭ്യമായിരിക്കുന്ന ഒരു ഇതാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ സൈക്കോളജിയിൽ പറയാറുള്ളത് അവർ ഫ്ലോഗ്മാറ്റിക് ആണ്. ഫ്ലോഗ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ കുശുമ്പും കുന്നായ്മയും പറയുക, പരിഹസിക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുന്ന ആളുകളെയാണ് ഫ്ലോഗ്മാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്വഭാവമുള്ള ഈ ആളുകൾ ഇതിനെ ബൈബിളിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബൈബിൾ പ്രഭാഷണം നടത്തിയതിനെ വിമർശിച്ചുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിരി വന്നു. അവർ പറഞ്ഞ പോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിച്ചു. നമ്മുടെ ബഹുമാനമുള്ള മാത്യു ശാമുൽ സാറ് അതിനെ ചൊല്ലി വളരെ മനോഹരമായിട്ടൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, തമിഴ്നാട്ടിലെ ദ്രാവിഡ ഭരണമല്ല, ഇനിയും ക്രിസ്തീയ ഭരണമാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മാനവരാശിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഭരണം തന്നെ ആയിരിക്കും. അതിനകത്തൊരു ജാതി മത വർഗവർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണമായിരിക്കുന്നതിന് യാതൊരു സംശയമില്ല. നമ്മുടെ സംസ്ഥാനത്തും അങ്ങനെ തന്നെ ആകും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും സജ്ജരായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയും വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം സംഭവിച്ചു. ഞാൻ ഇന്നലെ വിട്ടതായിട്ടുള്ള വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ബൈബിൾ വായിക്കുന്ന ശ്രീ വിജയെക്കുറിച്ചും ജോസഫ് വിജയെക്കുറിച്ചും അതുപോലെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ കുറിച്ചും ചില കാര്യങ്ങൾ പരാമർശിച്ചു. അപ്പോൾ ചില ആളുകൾ പ്രത്യേകിച്ച് വിമർശകരായിട്ട് വന്ന് എഴുതിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. സംഘപരിവാറിൻ്റെ ആയുധങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വന്നു. അവരുടെ തൂലിക അവർ ചലിപ്പിച്ചിട്ട് പറഞ്ഞത് ബൈബിൾ വായിക്കാൻ കൊള്ളാത്ത ഒരു അപകടകരമായ പുസ്തകമാണ്. ബൈബിൾ അപകടകരമായ ഒരു പുസ്തകമാണെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? ജോർജ് ബെർണാഡ് ഷോ പറഞ്ഞിരിക്കുന്നു.
ജോർജ് ബെർണാഡ് ഷോ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്നും ആ ക്രിസ്ത്യാനിയായിട്ടുള്ള ആള് ബൈബിള് അപകടകരമായ പുസ്തകമാണെന്നും അവരെ ധരിച്ചുകൊണ്ട് അവരതിനെ വളരെ വിമർശനാത്മകമായിട്ട് എഴുതുകയുണ്ടായി. അതൊക്കെ നല്ല, നിങ്ങൾക്ക് വിമർശിക്കാനും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയാനും ജോർജ് ബെർണാഡ് ഷോയെ പോലെയുള്ള ആളുകളെയൊക്കെ എടുത്ത് ഉദ്ധരിക്കാനൊക്കെ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ക്രിസ്തീയതയെ വിമർശിക്കുന്ന പലരിൽ ഒരാളായ പ്രശസ്ത ഐറിഷ് നാടകകൃത്തും നിരൂപകനും അതോടൊപ്പം തന്നെ നിരീശ്വരവാദിയുമായ ജോർജ് ബെർണാഡ് ഷോയെ ഉദ്ധരിച്ച് പലപ്പോഴും ഇത്തരം ആളുകൾ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദ ബൈബിൾ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ബുക്ക് ഓൺ എർത്ത്, കീപ് ഇറ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പറയാറുള്ളത്. ഭൂമിയിലെ ഏറ്റവും അപകടകരമായ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ, അത് പൂട്ടിവെക്കുക. അപ്പൊ ഈ വാചകം അദ്ദേഹം കൃത്യമായി ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിലും അങ്ങനെയുള്ള ഒരു പ്രസിദ്ധീകരിച്ച കാര്യത്തിലും ഇല്ല. എങ്കിലും ഇതിൻ്റെ പിന്നിലെ വാദം സുപരിചിതമാണ്. ബൈബിളിൽ ഇൻസെസ്റ്റ് അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു, വ്യഭിചാരത്തെക്കുറിച്ച് പറയുന്നു, ബലാത്സംഗത്തെക്കുറിച്ച് പറയുന്നു, കൊലപാതകത്തെക്കുറിച്ച് പറയുന്നു, യുദ്ധങ്ങളെക്കുറിച്ചും ലൈംഗിക അധാർമികത തുടങ്ങിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ചിലർ വാദിക്കുന്നത്, ജോർജ് ബെർണാഡ് ഷോയെ പോലെയുള്ള നിരീശ്വരവാദികളും അതോടൊപ്പം തന്നെ ഇപ്പൊ സംഘപരിവാറിന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളൊക്കെ വാദിക്കുന്നത് ബൈബിൾ ഒരു അധാർമിക ഗ്രന്ഥമോ കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്ത പുസ്തകമോ ആണെന്ന നിഗമനത്തിലെത്തിക്കൊണ്ടാണ്. ആദ്യ നോട്ടത്തില് ഈ ഒരു വിമർശനം ശരിയാണെന്നത് നമുക്കും കേൾക്കുമ്പോൾ തോന്നിയേക്കാം. തീർച്ചയായും ലോത്തിന്റെ പുത്രിമാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ജോർജ് ബെർണാഡ് ഷോ ഒക്കെ ഉദാഹരിക്കുന്നതാണ്. അപ്പോൾ ലോത്തിന്റെ പുത്രിമാർ അവരുടെ പിതാവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട സംഭവത്തെ ഉൽപ്പത്തി 19 അതേപോലെ തന്നെ അബ്നോൻ എന്ന് പറയുന്ന ദാവീദിന്റെ മകൻ തന്റെ സഹോദരിയായിരിക്കുന്ന താമാറിനെ ബലാത്സംഗം ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് 2 ശമൂവേൽ 13 അതേപോലെ ദാവീദ് ബേർസേബയുമായിട്ട് വ്യഭിചാരം ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് 2 ശമൂവേൽ 11 ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ബൈബിളിൽ ഉണ്ടല്ലോ എന്നുള്ളതാണ്. എന്നാൽ വിമർശനം ബൈബിൾ എന്താണ്, അതെങ്ങനെ വായിക്കണം എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണയിൽ നിന്നാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളാരും നെറ്റിചുളിക്കണ്ട. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പരിശോധിക്കുന്ന ആവശ്യം തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. നമുക്കത് ഒന്ന് പരിശോധിക്കുന്ന ആവശ്യമാണ്. ബൈബിൾ വെറും ധാർമ്മിക മുദ്രാവാക്യങ്ങളോ കുട്ടികൾക്കുള്ള ശുദ്ധീകരിച്ച കഥകളോ അടങ്ങിയ പുസ്തകമല്ല എന്നുള്ളത് ആദ്യമേ നിങ്ങൾ അറിയണം. വീണുപോയ ലോകത്തിൽ യഥാർത്ഥ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ വെളിപ്പാടാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. മനുഷ്യ പാപങ്ങളെ മറച്ചു വെക്കാതെ തുറന്നു കാട്ടുകയാണ് ബൈബിൾ ചെയ്യുന്നത്. ബൈബിൾ പാപത്തെ രേഖപ്പെടുത്തുന്നു, അതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് ഓർത്തോണം. വിമർശകരായിട്ടുള്ള നിങ്ങൾ പറയുന്ന പോലെ ഏറ്റവും വലിയ തെറ്റ് വിവരണം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്നതും നിർദ്ദേശം അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എന്നതും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കലർത്തുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം. എന്താ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ച കാര്യങ്ങളെ അതേപടി അതിനകത്ത് ഏറ്റക്കുറച്ചിലുകളില്ലാതെ അതേപടി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു രോഗി ഡോക്ടറുടെ അടുക്കലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഡോക്ടറെ രോഗത്തെ വിവരിക്കും. ഡോക്ടറോട് വിവരിച്ചു കഴിയുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇന്നയാണ് രോഗം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ആ രോഗമാണ് അദ്ദേഹത്തെ നാളെയും മുന്നോട്ട് നയിക്കേണ്ടതെന്നുള്ളതല്ല, മറിച്ച് ഡോക്ടർ കുറിക്കുന്ന ഒരു കുറിപ്പടിയുണ്ട്, മരുന്നുണ്ട്, അതാണ് പ്രിസ്ക്രിപ്ഷൻ. അതാണ് ഈ രോഗത്തിന്റെ ചികിത്സയായിട്ട് കണ്ടെത്തുന്നത്, അല്ലേ? അപ്പം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വിവരണവും പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അതിന് പരിഹാരം എന്നുള്ളതുമാണ്. വിശുദ്ധ ബൈബിൾ ഡിസ്ക്രിപ്ഷൻ തരുന്നതോടൊപ്പം തന്നെ ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ജീവിക്കാനായിട്ടല്ല, മറിച്ച് നമുക്ക് തരുന്ന പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയിരിക്കരുത് എന്നുള്ള കൃത്യമായ വിവരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ തരുന്നുണ്ട്. ബൈബിളിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് അത് ദൈവം അംഗീകരിക്കുന്നു എന്നർത്ഥമില്ല.
അതാദ്യമേ വിമർശകരായിട്ടുള്ള എൻ്റെ സംഘകുടുംബങ്ങൾ അറിയണം. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ലോത്തിന്റെ പുത്രിമാർ പിതാവിനെ മദ്യപിപ്പിച്ചിട്ട് അദ്ദേഹത്തോടൊപ്പം കിടക്കുകയും അങ്ങനെ അവരെ ഗർഭം ധരിക്കുകയും ചെയ്തു. 2 മക്കളും ഗർഭം ധരിക്കുകയും അവര് മോവാബ്യരുടെയും അമ്മോന്യരുടെയും മാതാക്കളായിട്ട് അറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ 2 ഗോത്രങ്ങൾ അവരിൽ നിന്ന് വന്നിരിക്കുന്നു. അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഭാഗത്ത് എവിടെയും നിങ്ങളും ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള വിവരണമാണ് തന്നിരിക്കുന്നത്. മറിച്ച് സോദോമിന്റെ ധാർമ്മിക തകർച്ചയും അതിൻ്റെ അനന്തരഫലങ്ങളും എന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവം വളരെ കൃത്യമായിട്ട് വരുന്നത്. സോദോമിൽ താമസിച്ചതിലൂടെ ലോത്ത് ആത്മീയമായി വിട്ടുവീഴ്ച ചെയ്തിരുന്നു. അവിടുള്ള മ്ലേച്ഛത ആ കുടുംബത്തെയും ബാധിച്ചു. അപ്പൊ ഈ സംഭവം ഇൻസെസ്റ്റ് അഥവാ ശാരീരിക ബന്ധത്തിൽ, കുടുംബാംഗങ്ങളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാനിടയായി. അതിനെ വിശുദ്ധ ബൈബിൾ മഹത്വപ്പെടുത്തുന്നില്ല, മറിച്ച് അതിനെ താക്കീത് ചെയ്യുകയും അപാകതയാണെന്നും മ്ലേച്ഛതയാണെന്നും വിവരിക്കുകയും കൂടെയാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്ന ജീവിതം ഉണ്ടാക്കുന്ന നാശത്തെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ വിവരണം അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അബ്നോൻ താമാറിനെ ബലാത്സംഗം ചെയ്യുന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ, അത് ദാവീദിന്റെ കുടുംബത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിലൊന്നാണത്. ആ പ്രവൃത്തി ദുഷ്ടതയാണെന്ന കാരണത്താൽ തന്നെയാണ് ആ വിവരണം വായനക്കാരെ ഞെട്ടിക്കുന്നത്. ബൈബിൾ അബ്നോണിനെ അനുകരിക്കാനായിട്ട് പഠിപ്പിക്കുന്നില്ല. അബ്നോനെ അനുകരിക്കുവാനോ അവൻ ചെയ്ത പോലെ ചെയ്യാനോ പഠിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, മറിച്ച് മോഹം, അധികാര ദുരുപയോഗം, കുടുംബ വ്യവസ്ഥയിലെ തകർച്ച, ദാവീദിന്റെ മുൻപത്തെ പാപങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്നിവയാണ് ആ സംഭവത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മനസ്സിലായോ? അല്ലാതെ അത് അതേപോലെ പകർത്താനല്ല, മറിച്ച് അതുപോലെ ആരെങ്കിലും ചെയ്താൽ, അധാർമികത ചെയ്താൽ അത് ദുരന്തമായി തീരും, അത് ജീവിതത്തിലെ നിത്യനാശത്തിലേക്ക് കാരണമായി തീരുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോലീസ് റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങൾ വിവരിക്കുന്നുണ്ടെന്ന കാരണത്താൽ ആ റിപ്പോർട്ട് കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ആരെങ്കിലും പറയുമോ? റിപ്പോർട്ടിനകത്ത് കുറ്റകൃത്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് ആരെങ്കിലും പറയുമോ? അതുപോലെ മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥയെ സത്യസന്ധമായി കാണിക്കുന്നതിനാലാണ് ബൈബിളിൽ ഇത്തരം ആളുകൾ ചെയ്ത ദുഷ്പ്രവൃത്തികളെ രേഖപ്പെടുത്താൻ ഇടയായിത്തീർന്നത്. സദൃശ്യവാക്യം അടുത്തതായിട്ട് അവർ പറയാനുള്ളത് 7-ാം അധ്യായത്തിൽ നിന്നാണ്. സദൃശ്യവാക്യം 7-ാം അധ്യായത്തിൽ അവിടെ വ്യഭിചാരത്തിന് ഒരു പ്രചാരണമല്ല അവിടെ തരുന്നത്, മറിച്ച് ഒരു മുന്നറിയിപ്പാണ്. 7-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ച് ബൈബിൾ വ്യഭിചാരം പഠിപ്പിക്കുന്നുവെന്ന് ബർണാഷായെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കിടക്ക മൂരും കറുവപ്പട്ടയും കൊണ്ട് സുഗന്ധമാക്കിയിരിക്കുന്നു, വരിക പ്രഭാതം വരെ പ്രണയത്തിൽ മുഴുകാം. ഇത് വളരെ തെറ്റായ ഒരു വായനയാണെന്നേ പറയാനുള്ളൂ. സദൃശവാക്യങ്ങൾ 7-ൽ ഒരു പിതാവ് തൻ്റെ മകനെ ലൈംഗിക പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ നൽകുന്ന മുന്നറിയിപ്പാണ്. അതങ്ങ് വിട്ടുവിടും, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ മാത്രം വായിക്കും. അവിടെ വ്യഭിചാരിണിയുടെ വശീകരണ വാക്കുകൾ വിവരിക്കുന്നത് യുവാവിനെ ജാഗ്രത പുലർത്താനായിട്ടാണ്. യുവാവിനോട് പറയാണ്, മകനെ നീ ജാഗ്രത പുലർത്തണം, ഇങ്ങനെയാണ് അവർ നിങ്ങളെ വശീകരിക്കുക. അപ്പൊ അത് സകല മനുഷ്യർക്കുള്ള ഒരു മുൻകരുതലാണ്, എല്ലാ യുവതിവാക്കന്മാർക്കുള്ള ഒരു മുൻകരുതലാണ്. ആളുകൾ വശീകരിക്കപ്പെട്ട് പാപത്തിലേക്ക് വീഴാതിരിക്കാൻ തക്കവണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പൊ ഈ അധ്യായത്തിന്റെ അവസാനം വളരെ വ്യക്തമായ ഒരു വിധിന്യായം കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവളുടെ ഭവനം പാതാളത്തിലേക്കുള്ള വഴിയാണ്, മരണത്തിന്റെ അറകളിലേക്ക് ഇറങ്ങുന്നു എന്ന് സദൃശ്യവാക്യങ്ങൾ 7:27 പറയുന്നു. അപ്പൊ അതിൻ്റെ മധ്യത്തിലുള്ളതും അതിൻ്റെ പ്രാരംഭ ഭാഗത്തുള്ളതുമായ വാക്യങ്ങൾ എടുത്തിട്ട് വരിക, നമുക്ക് മൂറും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മെത്തൽ കടന്ന് പുളകം കൊള്ളാം എന്ന് വായിച്ചിട്ട് ഇത് നമുക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് എന്ന് പറയരുത് എന്നുള്ളതാണ് ഈ അധ്യായം നമ്മളെ കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതൊരു മുന്നറിയിപ്പ് അവഗണിച്ച് വെറും പ്രലോഭന വാക്കുകൾ മാത്രം എടുത്തു കാണിക്കുന്നത്, സാത്താന്റെ വാക്കുകൾ മാത്രം ഉദ്ധരിച്ച് ബൈബിൾ സാത്താനിസം പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. സാത്താൻ പറഞ്ഞ കാര്യങ്ങളും ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആദം ഹവ്വ ദമ്പതികളോട് സാത്താൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിള്. അപ്പൊ ആ വാക്യങ്ങൾ മാത്രം എടുത്തിട്ട് ഇത് സാത്താൻ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഇതിനകത്ത് സാത്താന്യ വചനവും ഉണ്ടെന്ന് പറയുന്ന പോലെയാണ്. സന്ദർഭം അഥവാ കോണ്ടെക്സ്റ്റ് അത്യന്താപേക്ഷിതമാണ്.
ബൈബിൾ മനുഷ്യപാപത്തിന്റെ ആഴം നമ്മളെ കാണിക്കുകയാണ്. ബൈബിൾ മനുഷ്യനെ ക്രൂരമായ യാഥാർത്ഥ്യത്തോടെ അവതരിപ്പിക്കുന്നു. വീരന്മാരെ മഹത്വപ്പെടുത്തുന്ന പുരാണങ്ങളോ പ്രചാരണ ഗ്രന്ഥങ്ങളോ പോലെ അല്ല. സ്വന്തം പ്രധാന കഥാപാത്രങ്ങളുടെ ദൗർബല്യങ്ങളും പാപങ്ങളും ബൈബിൾ പച്ചയ്ക്ക് തുറന്നു കാട്ടുകയാണ്. ഉദാഹരണത്തിന്, നോഹ മദ്യപിക്കുന്നു, അബ്രഹാം കള്ളം പറയുന്നു, യാക്കോബ് വഞ്ചിക്കുന്നു, മോശ അനുസരണക്കേട് കാണിക്കുന്നു, ദാവീദ് വ്യഭിചാരവും കൊലപാതകവും ചെയ്യുന്നു, പത്രോസ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ സ്വയമേ താൻ പാപികളിൽ ഒന്നാമൻ എന്ന് തന്നെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ബൈബിൾ മനുഷ്യരെഴുതിയ പ്രചരണ ഗ്രന്ഥമായിരുന്നെങ്കിൽ ഈ വീഴ്ചകൾ മറച്ചു വെക്കുമായിരുന്നതിന് യാതൊരു സംശയമില്ല. ഇതുപോലുള്ള ആയത്തുകളോ വാക്യങ്ങളോ ഒന്നും തന്നെ ബൈബിളിൽ ഉണ്ടാകുകയില്ലായിരുന്നു. ബൈബിളിന്റെ നിസ്തുല്യത എന്ന് പറയുന്നത് സംഭവിച്ച കാര്യങ്ങളെ മറച്ചു വെക്കാതെ, അതിനെ വെള്ളപൂശാതെ, അത് പാപമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ അത് പാപത്തെ മറച്ചു വെക്കുന്നുമില്ല. എന്തുകൊണ്ടാ? കാരണം ബൈബിളിന്റെ കേന്ദ്ര സന്ദേശം മനുഷ്യൻ എത്ര നല്ലവനാണ് എന്നല്ല, മനുഷ്യന്റെ വീണ്ടെടുപ്പ് എത്രമാത്രം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. മനുഷ്യന്റെ നന്മയെ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മനുഷ്യൻ പാപത്തിൽ വീണ് കിടക്കുന്നു, അവനൊരു രക്ഷകന്റെ ആവശ്യമുണ്ട്, വീണ്ടെടുപ്പുകാരന്റെ ആവശ്യമുണ്ട്. അവനാ വീണ് കിടക്കുന്ന പാതാളത്തിന്റെ അവസ്ഥയിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ തക്കോണം ഒരു വീണ്ടെടുപ്പുകാരന്റെ അനിവാര്യതയെ കാണിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. നമ്മെ വ്യക്തമായിട്ട് ആ കാര്യമാണ് പഠിപ്പിക്കുന്നത്. കാരണം റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. അതിനാൽ തിരുവെഴുത്തിലെ പാപത്തിന്റെ കറുപ്പ് മനഃപൂർവ്വമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തിന്റെ എല്ലാ മ്ലേച്ഛതകളെയും അസിറ്റീസ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യനിൽ അല്ലെങ്കിൽ നമ്മളെ പൂർവ്വന്മാരിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ദൃഷ്ടാന്തത്തിനാകുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നമുക്കതൊക്കെയും ദൃഷ്ടാന്തത്തിനായിട്ടുള്ളതാണ്, ഉദാഹരണത്തിനായിട്ടുള്ളതാണ്. നാം ആ തിന്മയിലേക്ക് പോകാതിരിക്കാനാകട്ടെ. ദൈവത്തിനെതിരായ കലാപം എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നത് എന്ന് ദൈവം കാണിച്ചു തരികയാണ്. ബൈബിളിൽ പരിപക്വ ഉള്ളടക്കമുള്ളത് യാഥാർത്ഥ്യ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നതിനാലാണ്. മനുഷ്യ ചരിത്രം ശുദ്ധമല്ല, കുടുംബങ്ങൾ തകരുന്നു, മനുഷ്യർ അധികാരം ദുരുപയോഗം ചെയ്യുന്നു, ലൈംഗിക പാപവും നിലനിൽക്കുന്നു, അക്രമവും അനീതിയുമുണ്ട്. മനുഷ്യനെ കുറിച്ചുള്ള സത്യം പറയുന്ന ഒരു ഗ്രന്ഥത്തിന് ഇവ ഒഴിവാക്കാൻ സാധിക്കയില്ല. മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ചിത്രീകരിക്കുന്ന ഒരു ഗ്രന്ഥത്തിന് ഇവയെ തമസ്കരിക്കാൻ കഴിയുകയില്ല. ബൈബിൾ ഒരു കഥാപുസ്തകമല്ല, അത് ദൈവശാസ്ത്രപരമായ ചരിത്രമാണ്. ബൈബിളിൽ കുട്ടികൾക്ക് അനുയോജ്യമായ കഥകൾ മാത്രം വേണമെന്ന് ആവശ്യപ്പെടുന്നത് അതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാത്തതിൻ്റെ തെളിവായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ജോർജ് ബർണാഷായി പോലെയുള്ള അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായി ഇപ്പോൾ അറിയപ്പെടുന്ന നമ്മുടെ സംഘപരിവാറിലെ മിത്രങ്ങളും അതോടൊപ്പം തന്നെ നിരീശ്വരവാദ കുഞ്ഞുങ്ങളും ഒക്കെ അറിയണം, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവങ്ങൾ, അസിറ്റീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ അധപ്പതനത്തെക്കുറിച്ചാണ്. അപ്പൊ ഈ എല്ലാ ഭാഗങ്ങളും കുട്ടികൾക്ക് വിശദീകരണമില്ലാതെ വായിച്ചു കൊടുക്കാനല്ല ബൈബിളിൽ കാണുന്നത്. ഒരു മെഡിക്കൽ പുസ്തകം കുട്ടിക്ക് നിർദ്ദേശമില്ലാതെ കൊടുക്കാത്തത് പോലെ തന്നെയാണ് തിരുവെഴുത്തിനും ജ്ഞാനപൂർണമായ പഠനവും പ്രയാസാനുസൃതമായ ശിക്ഷണവും ആവശ്യമാണ്. നമ്മളൊരു മെഡിക്കൽ പുസ്തകം എടുത്തിട്ട് അത് കൃത്യമായി പഠിപ്പിച്ചാൽ മാത്രമേ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ദൈവവചനത്തിൻ്റെ ശരിയായ ഒരു പഠനം, അതിനാണ് സൺഡേ സ്കൂളും മറ്റുമൊക്കെ നമ്മുടെ പള്ളികളിലും അല്ലെങ്കിൽ സഭകളിലും ഒക്കെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? ദൈവവചനം എങ്ങനെ പഠിക്കണം, എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഏത് ഭാഗത്താണ് നമ്മളുമായിട്ട് ദൈവവും ബന്ധപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെ അനീതിയാണ് മനുഷ്യരിലുള്ളത്, അനീതി എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ പരമ്പരയിൽ മാതാപിതാക്കളും ശുശ്രൂഷകരും ക്രമാതീതമായ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. പരിപക്വമായ ഉള്ളടക്കമുണ്ടെന്നത് ഒരു പുസ്തകത്തെ അധാർമികമാക്കുന്നില്ല. അതോർത്തോണം. ഒരു തിന്മയും എഴുതിയിട്ടില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അത് ദൈവികമാണെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ സത്യം അസ്വസ്ഥമാക്കും. വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന പാപങ്ങളെ ബൈബിൾ തന്നെ കുറ്റം വിധിക്കുന്നുണ്ടെന്നുള്ളത് മറക്കണ്ട. വിമർശകരായിട്ടുള്ള നിങ്ങൾ പരാമർശിക്കുന്ന പല പാപങ്ങളെയും ബൈബിൾ വ്യക്തമായി നിരോധിക്കുകയാണ്. ഇൻസെസ്റ്റ് അഥവാ കുടുംബത്തിലുള്ള സഹോദരങ്ങളും മക്കളുമായിട്ടുള്ള വ്യഭിചാര ബന്ധം, ആ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് അത് നിരോധിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ അത്തരം ബന്ധങ്ങൾ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. വ്യഭിചാരം 10 കൽപ്പനകളിൽ വിലക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകണ്ട. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ 10 കൽപ്പനകളിൽ
ബൈബിളിൽ ഒരു പ്രമാണമാണ്, ഒരു കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത്. ബലാത്സംഗം ലഭിക്കപ്പെടുന്നു. ഈ ബലാത്സംഗമെന്നും അല്ലെങ്കിൽ വ്യഭിചാരം എന്നൊക്കെ പറയുമ്പോൾ ബൈബിളിൻ്റെ ആയിട്ടുള്ള ഒരു ദൈവിക നിസ്തുലതയുടെ അർത്ഥമുണ്ട്. അതായത് ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഒരു ഭാര്യ, അതിൽ കൂടുതലെല്ലാം തന്നെ വ്യഭിചാരമാണ്. അതാരാണെങ്കിലും ശരി, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, ഒരു പുരുഷൻ ഒരു സ്ത്രീ, അതാണ് ദൈവിക പ്രമാണം. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും കടന്നാൽ തീർച്ചയായിട്ടും വ്യഭിചാരമാണ്. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനൊക്കെ അവളോട് വ്യഭിചാരം ചെയ്തു. അപ്പൊ അത്ര നോബിളായിട്ടുള്ള, അത്ര ഡിവൈനായിട്ടുള്ള ഒന്നാണ് ഈ വേദപുസ്തകത്തിലെ ധാർമ്മികത എന്ന് പറയുന്നത്. ബലാത്സംഗം അപലപിക്കപ്പെട്ടിരിക്കുന്നു. ലൈംഗിക അധാർമികത നിരന്തരം ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാകുന്നു എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മദ്യപാനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് ബൈബിളിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാപങ്ങൾ ബൈബിളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാരണത്താൽ ബൈബിൾ അവയെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് അറിവിൻ്റെ പാപ്പരത്വമാണ്, അസത്യമാണ്, നുണയർക്ക് മാത്രം പറയാൻ കൊള്ളാവുന്നതാണ്. വാസ്തവത്തിൽ ഇന്ന് ഇവയെ ധാർമ്മികമായി തെറ്റാണെന്ന് ലോകം തിരിച്ചറിയുന്നതിന് പിന്നിൽ ബൈബിൾ രൂപപ്പെടുത്തിയ ധാർമ്മിക ബോധത്തിനും വലിയ പങ്കുണ്ടെന്നുള്ളത് മറന്നുകൊണ്ട. ബൈബിളിന്റെ കേന്ദ്ര സന്ദേശം ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള സകല മനുഷ്യർക്കുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ബൈബിളിനെ അതിലെ ഇരുണ്ട കഥകളിലേക്ക് മാത്രം ചുരുക്കുന്നത് ഒരു ആശുപത്രിയെ രോഗികളുടെ രേഖകളാൽ മാത്രം വിലയിരുത്തുന്നത് പോലെയാണ്. രോഗികളുണ്ട്, ചികിത്സയെക്കുറിച്ചൊന്നും പറയുന്നില്ല, രോഗത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. ബൈബിൾ മനുഷ്യപാപത്തെ നിർണയിക്കുന്നു, എന്നാൽ അതുവഴി ദൈവകൃപ വെളിപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പരിഹാരം എന്താണെന്നുള്ളതും വളരെ കൃത്യമായിട്ട് പറയുന്നു. അതിൻ്റെ ഉച്ചസ്ഥാനം അല്ലെങ്കിൽ ഇൻസെസ്റ്റ്, വ്യഭിചാരം, അക്രമം, മ്ലേച്ഛത എന്നിവയിലല്ല. അതിൻ്റെ ഉച്ചസ്ഥാനം ജീസസ് ക്രൈസ്റ്റിന്റെ ക്രൂശീകരണമാണ്. ദ ക്രൂസിഫിക്കേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് അതിൻ്റെ കേന്ദ്രസ്ഥാനവും ഉന്നത സ്ഥാനവും എന്ന് പറയുന്നത്. അവിടെ ദൈവം മനുഷ്യപാപത്തെ നേരിടുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മനുഷ്യന്റെ പാപത്തെ വഹിക്കുന്നു എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ന്യായവിധിയിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അത് വഹിക്കുന്നു, ക്ഷമ വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ബൈബിളിന്റെ ഹൃദയം ഇങ്ങനെ നമുക്ക് ചുരുക്കി പറയാം: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് നൽകിയ, ക്രിസ്തുവിനെ ലോകത്തിലേക്ക് നൽകിയ പിതാവായ ദൈവത്തിന്റെ സ്നേഹം. അപ്പോൾ ബൈബിൾ ഇരുട്ടിനെ മഹത്വപ്പെടുത്തുന്നില്ല, അത് ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നു. എന്തുകൊണ്ട് ബൈബിൾ അപകടമാണ് എന്ന് ചില ആളുകൾ പറയുന്നു. ഒരു അർത്ഥത്തിൽ ക്രൈസ്തവരായിട്ടുള്ള നമുക്കൊക്കെ സമ്മതിക്കാവുന്ന ഒരു കാര്യം, ബൈബിൾ അപകടകരം തന്നെയാണ്. പക്ഷേ ഈ നിരീശ്വരവാദികളും സംഘ കുടുംബാംഗങ്ങളും പറയുന്ന പോലെ, അല്ലെങ്കിൽ വിമർശകർ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അത് അഹങ്കാരത്തിന് അപകടമാണ്, കപടഭക്തിക്ക് അപകടകരമാണ്, പാപത്തിന് അപകടകരമാണ്, തെറ്റായ മതത്തിന് അപകടകരമാണ്, ദൈവത്തിനെതിരായിട്ടുള്ള കലാപത്തിന് അപകടകരമാണ്. എബ്രായർ 4:12 ഇങ്ങനെയാണ് പറയുന്നത്: ദൈവവചനം ജീവനുള്ളതും ശക്തിയുള്ളതും ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാകുന്നു. ബൈബിൾ അപകടകരമാണ്, കാരണം അത് ഹൃദയത്തെ പരിശോധിക്കുന്നു, പാപത്തെ വെളിപ്പെടുത്തുന്നു, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ പലരും അതിനെ എതിർക്കുന്നു. ബൈബിൾ അധാർമികത പഠിപ്പിക്കുന്നതിനാലല്ല അപകടകരം, മറിച്ച് മനുഷ്യനെ കുറിച്ചുള്ള സത്യം ഒരു അലങ്കാരവുമില്ലാതെ വെളിപ്പെടുത്തുന്നതിനാലാണ് അത് അപകടകരമാകുന്നത്. പാപത്തിന്റെ യഥാർത്ഥ ഭീകരതയും മനുഷ്യന്റെ വീഴ്ചയും രക്ഷയുടെ അനിവാര്യതയും അത് വെളിപ്പെടുത്തി തരികയാണ്. പെരിഫറലായിട്ട് വായിക്കുന്ന ആളുകൾ സ്കാൻഡലസ് സ്റ്റോറീസ് മാത്രം കാണും. ഗൗരവമായി വായിക്കുന്നവർ ഒരു മഹത്തായ ദൈവിക സംഭവത്തെ അതിലൂടെ കാണും. സൃഷ്ടി, മനുഷ്യന്റെ വീഴ്ച, ന്യായവിധി, ദൈവിക നിയമം, മനുഷ്യന്റെ വീണ്ടെടുപ്പ്, പുനഃസ്ഥാപനം. അതിനാൽ തന്നെ ബൈബിൾ മനുഷ്യരിൽ നിന്ന് പൂട്ടിവെക്കേണ്ടുന്ന ഒരു പുസ്തകമല്ല, മറിച്ച് മനുഷ്യനിൽ ഇതിനകമുള്ള അഴിമതി വെളിപ്പെടുത്തുകയും അതിന് ഏകപരിഹാരമായ യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മനുഷ്യനെ നിസ്തുല്യമായിട്ടുള്ള അനുഭവത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും നമ്മുടെ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയനുമൊക്കെ ആ വിശുദ്ധ ബൈബിൾ അഭിമാനത്തോടെ മറ്റുള്ളവരുടെ മുമ്പാകെ ഉദ്ധരിക്കുന്നത്. 119-ാം സങ്കീർത്തനത്തിൻ്റെ 105-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് വെളിച്ചവുമാകുന്നു.
പ്രശ്നം ബൈബിളിൽ ഇരുട്ടുണ്ടെന്നല്ല, പ്രശ്നം ബൈബിൾ മനുഷ്യൻ്റെ ഇരുട്ടിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരുന്നു എന്നതാണ്. എല്ലാവർക്കും ആ വെളിച്ചം ഇഷ്ടമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഗ്രന്ഥം വായിക്കരുത് എന്ന് പറയുന്നത്. നിങ്ങൾ ഇരുട്ടിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് ജീവൻ്റെ വെളിച്ചത്തിലേക്ക് വരുവാൻ ഈ വിശുദ്ധ ബൈബിൾ നിങ്ങളെ സഹായിക്കും, നിങ്ങളെ കൈപിടിച്ചുയർത്തും, നിങ്ങളെ അധമ പാതാളത്തിൽ നിന്ന് നിത്യ തേജസ്സിലേക്ക് ഉയർത്തുമെന്ന് നിങ്ങളോട് കൃത്യമായി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവെച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നിന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.